അപ്പോൾ നമസ്കാരം. നമ്മളിപ്പം നമ്മളുടെ മിസ് യൂണിവേഴ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നാളെ കേരളത്തിലെ 30 പിന്നെ കണ്ടസ്റ്റൻസ് നാളെ മാറ്റിവെക്കുകയാണ്. അതിൽ ഒരാൾക്ക് അല്ലേ അവിടേക്ക് എത്താനായിട്ടുള്ളൊരു അവസരമുണ്ട്. അതിനിടയിലാണ് ഭിഷഗ്വരർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആതുര സേവന മേഖലയിൽ നിന്ന് ഡോക്ടർമാരുടെ ഒരു റാമ്പ് വാക്ക് നമ്മൾ കണ്ടു. അവരുടെ കുറേ ആശയങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഇപ്പോൾ എന്നോടൊപ്പം 3 ഡോക്ടേഴ്സ് നമ്മളോട് ചർച്ച ചെയ്ത ആൾക്കാർ, നമ്മളോട് ഇൻവോൾവ് ചെയ്ത 3 ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. ഡോക്ടറിൻ്റെ പേര്? ഞാൻ ഡോക്ടർ ജസ്മിത്ത. സ്ഥലം? ഞാൻ കണ്ണൂരിൽ നിന്നാണ്. അവിടെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മോഡലിങ്ങും അതുപോലെ മറ്റ് അഭിനയമുണ്ടോ? അഭിനയം ഇല്ല, പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാതെയും ഇല്ല. ഇല്ലാതെ ഇല്ല. ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അടുത്ത വേഷം എന്തെങ്കിലും ഒരു ഫിലിമൊക്കെ വരികയാണെങ്കിൽ ഡോക്ടറിനെ വിളിച്ചാൽ നല്ല വേഷങ്ങളൊക്കെ ചെയ്യണം. ഇത് വീട്ടിലാരാ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്? അമ്മ എല്ലാത്തിനും സപ്പോർട്ടാണ്. എപ്പോഴും എവറി ടൈം ഞാനിങ്ങനെ ഇതിലൊക്കെ കയറി ഓക്കെ ഇതിൽ ചെയ്തോ എന്നുള്ളൊരു സപ്പോർട്ട് എപ്പോഴും അമ്മേൻ്റെ ഉണ്ട്. ഫാമിലി ആരൊക്കെയുണ്ട്? അപ്പം മദർ, അച്ഛനും സിസ്റ്ററും. ഈ തിരക്കിനിടയിൽ നമ്മൾ ഇതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റനൊക്കെ ചോദിച്ചാൽ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലാതെ റിപ്ലൈ ചെയ്യാനും പറ്റി. ലൈവായിട്ട് ഇപ്പോൾ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെയൊക്കെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഹാറ്റ്സ് ഓഫ് യു. മലനാട് ടിവിയും ചുങ്കത്ത് പ്രിൻസും ആദരിക്കുന്നു. 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് ചുങ്കത്ത് ജുവലറി നൽകുന്നത്. ഇത് സ്വീകരിക്കുക. ഓക്കെ, മേഡത്തിൻ്റെ പേര്? ഡോക്ടർ ഷിക്ക സന്തോഷ്, ട്രിവാൻഡ്രം. ഓക്കെ, നമുക്ക് എന്താണ് ആഗ്രഹം? ആങ്കറിങ്, മോഡലിംഗ് ആൻഡ് ആക്ടിങ് ഒക്കെ? ഞാൻ ആക്ച്വലി ഓൾറെഡി ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഐ ഹവ് കമ്മിറ്റഡ് അനദർ മൂവി ഓൾസോ. ആനന്ദപുരം ഡയറീസ് ആയിരുന്നു ചെയ്ത മൂവി. ഇപ്പം നെക്സ്റ്റ് കമ്മിറ്റ് ചെയ്തതിൻ്റെ വർക്ക് നവംബർ ഡിസംബർ ആകുമ്പം സ്റ്റാർട്ട് ആവുന്നത്. ബിസി ആകാൻ പോവാണ്? നോട്ട് റിയലി, ഐ എം നോട്ട് ഷുവർ, ബട്ട് ഐ ഹോപ്പ് സോ. ഹാറ്റ്സ് ഓഫ് യു ആൻഡ് മേ ഗോഡ് ബ്ലസ് യു ഫോർ ദ ഫ്യൂച്ചർ. വലിയൊരു ഡോക്ടർ, ബേസിക്കലി ഡോക്ടറാണ്, ഒപ്പം ഒരു വലിയ ആക്ട്രസ് കൂടെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്ഥലം? ട്രിവാൻഡ്രം. ഫാമിലി എല്ലാവരും വീട്ടിൽ ആക്ച്വലി ബോൺ ബോർഡ് കുവൈറ്റിലാണ്. സോ അവരെല്ലാവരും അവിടെയാണ്. ഞാൻ കാണുന്നുണ്ടാവില്ലേ? ഹോപ്പ്ഫുള്ളി യെസ് യെസ് ഓഫ് കോഴ്സ്. അവരാണ് മോറൽ സപ്പോർട്ട് ആൻഡ് ബാക്ക് ബോൺ. നമ്മുടെ ഫാമിലികൾ അല്ല, എല്ലാവർക്കും ഓരോ ഹായ് കൊടുക്കാം. മലനാട് ടി വി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം മക്കളുടെ ഈ ഒരു ടാലൻറ്റ് മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട്. എന്തായാലും ഡോക്ടറിനെ സംബന്ധിച്ചിട്ട് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എനിക്ക് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ്. ഇത്രയും കാലം ഐ യൂസ് ടു ബാലൻസ് ബോത്ത്. സോ ഐ ഹോപ്പ് ഐ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരുപക്ഷെ ഇപ്പം നമ്മുടെ കൊച്ചു കുട്ടികളുടെയൊക്കെ ഒരു ടാലൻറ്റ് നമ്മൾ കണ്ടു. അവരുടെ അംബീഷൻസ് അവർ പറയുന്നു അല്ലേ, എനിക്ക് ഒരു പോലീസ് ആകണമെന്നൊരു പെൺകുട്ടി പറയുന്നത്. അപ്പം എന്താണ് അങ്ങനെ ഒരു പോലീസ് ആകണം എന്നാഗ്രഹം? അവർക്ക് കയ്യിൽ തോക്കുണ്ട് എന്ന് പറയുന്നത്. അപ്പം സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ പോരാടണമെന്ന് പറയുമ്പോൾ നിങ്ങളും ഇവിടെ പലരും പറഞ്ഞിരുന്നു പല കാര്യങ്ങളിലും. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിനാരിയോ ഓഫ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഈസ് വെരി ബാഡ് ഇൻ ഇന്ത്യ. അതിൽ നിന്ന് മാറ്റങ്ങൾ വരാനായിട്ട് എല്ലാ സിറ്റിസൺസും ഒരു മാറ്റം ഉണ്ടാകാനായിട്ടുള്ള ശ്രമം നടന്നു. എവരിബഡി ഇൻവോൾവിങ് ഇൻ ദ പൊളിറ്റിക്കൽ സിനാരിയ അല്ലേ. നമ്മളിപ്പോൾ പറയുന്നതുപോലെ പണ്ടൊക്കെ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന പൊളിറ്റീഷ്യൻസിനെ മാത്രമായിരുന്നു ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വിട്ടിരുന്നതെങ്കിൽ ഇന്ന് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സജഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്. എനിവേ, എന്തായാലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ രംഗത്തേക്ക് കടന്നു വന്നതിനും നിങ്ങളുടേതായിട്ടുള്ള വളരെ വലിയ വിശാലമായിട്ടുള്ള ചിന്തകൾ ഇവിടെ ഷെയർ ചെയ്തതിനും മലനാട് ടിവിയും ചുങ്കത്ത് ജുവലറിയും നിങ്ങളെ ആദരിക്കുന്നു. 5000 ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. എൻ്റെ പേര് ഡോക്ടർ ശിവാനി. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാനൊരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്. എന്തായാലും ഡോക്ടറിനും ഈ രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബിഗ് സ്ക്രീനിലേക്കൊക്കെ മോഹങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതെ, ഷുവർ. ഇപ്പം നിലവിൽ ഏതെങ്കിലും എൻഗേജ്മെൻ്റ് ആയിട്ടുണ്ടോ? ഇല്ല, കുറച്ച് ഷോസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ആക്ടിവിറ്റി ലൈക്ക് ഡാൻസിങ്, സ്റ്റേജ് ഷോ അങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കും മിസ് യൂണിവേഴ്സ് ഇപ്പം നമ്മളുടെ ഇവിടുത്തെ ഒരു ബാക്ക് ഡ്രോപ്പ് ഒരു പക്ഷേ നാളെ മാറുമായിരിക്കും. നമുക്ക് മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നിങ്ങൾക്ക് വാക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയത് അല്ലേ. നാളെ ഒരു പക്ഷേ ഇന്ത്യയുടെ ഒരാൾ, എസ്പെഷ്യലി ഇൻ കേരളൈറ്റ്, അവിടേക്ക് എത്തുകയാണെങ്കിൽ ഒരു വലിയ നമ്മളിൽ ആരെങ്കിലും ഒരാൾ, ഇവിടെ നമ്മളിപ്പോൾ കണ്ട മുഖങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ ക്രൗൺ എടുക്കുകയാണെങ്കിൽ അല്ലേ, അതെങ്ങനെയായിരിക്കും? ഒരു അഭിമാനം തന്നെയാണ്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വരെ എത്തി, കാണാൻ പറ്റി. കുറേ ഇൻസ്പിറേഷനുള്ള ആൾക്കാരും ചെറിയ ടാലൻ്റ് ഉണ്ടായിരിക്കും. ചെറിയ ഏജിൽ ദേ ആർ ഡെവലപ്പിംഗ് സോ മച്ച് ഓഫ് ടാലൻറ്റ് ഇൻ ദെംസെൽഫ്. അത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിവയെ ഇപ്പോൾ നമ്മളുടെ മുമ്പ് കൂടെയുള്ളത് ഡോക്ടേഴ്സാണ്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്. ഒപ്പം തന്നെ അവർ മോഡലിംഗ്, ഒപ്പം പിന്നെ ഫാഷൻ മേഖലയിലും ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ആദരവ് ചുങ്കത്ത് പ്രിൻസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. നന്ദി. ഓക്കെ.